പിറ്റേന്ന് പുലർച്ചെ തന്നെ ഞാൻ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഹിരോഷിമയുടെ ഞങ്ങളുടെ 2ാം ദിനമാണ്. ഞങ്ങൾ ഇന്നലെ എത്തിയെങ്കിലും ഹിരോഷിമയിൽ അങ്ങനെ കറങ്ങാനൊന്നും പോയില്ല. ഡിന്നർ കഴിച്ച് നേരെ റൂമിൽ ചെന്ന് കിടക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റും ജപ്പാനീസ് തനതായ വിഭവങ്ങളൊക്കെയാണുള്ളത്. എൻ്റെ കൂടെയുള്ള മറ്റുള്ളവരും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി യാത്രയായി. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ബൃഹത്തരമായൊരു സ്ഥലത്തേക്കാണ്. അതായത് ഹിരോഷിമ നാഗസാക്കി എന്ന ഒരാൾ പറയുമ്പോൾ തന്നെ ആദ്യം ഒരാളുടെ മനസ്സിലേക്ക് വരുന്നത് ആറ്റം ബോംബ് വീണ് തകർന്നടിഞ്ഞ ഒരു നഗരം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വളരെ ഡെവലപ്മെൻ്റ് എല്ലാം വെച്ച് വളരെ മുന്നോട്ടേക്ക് പോയിരിക്കുന്നു ഈ നഗരം. പക്ഷെ അന്ന് ഒരു വല്ലാത്തൊരു ദിവസവും വല്ലാത്തൊരു സംഭവമായിരുന്നു അന്ന് നടന്നത്. അതിൻ്റെ ഒരു സ്മാരകം മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും വലിയ രസമെന്ന് വെച്ചാൽ ഹിരോഷിമയിൽ മാത്രമേ ഉള്ളൂ ഇവരിങ്ങനെ ഒരു മ്യൂസിയം ഇവിടെ വെച്ചിരിക്കുന്നത്. നാഗസാക്കിയിൽ ഇതിൻ്റെ ഒന്നും കാണില്ല. അവർക്ക് ഇതിൻ്റെ ഒരു ഓർമ്മ പോലും വെക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ആ ഒരു ബോംബ് സ്ഫോടനത്തിന് ശേഷം ജപ്പാൻ എടുത്തൊരു തീരുമാനം എന്തെന്ന് വെച്ചാൽ ഇനി ഒരു യുദ്ധത്തിനും ഞങ്ങളില്ല, ഒരു യുദ്ധത്തിനും ചുക്കാൻ പിടിക്കാനും ഞങ്ങളിനിയില്ല. ഞങ്ങളുടെ ഒരു പാത എന്ന് പറഞ്ഞാൽ ഇനി ഒരു പീസ് എന്ന മോഡലാണ്. അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുകയോ യുദ്ധത്തിന് എന്തെങ്കിലും ഒരു ചുക്കാൻ കൊടുക്കുകയോ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുകയോ ഒന്നുമില്ല. ഇതെല്ലാം ഇവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോസ് എല്ലാം അന്ന് മരിച്ചുപോയതും എല്ലാമായ ആൾക്കാരുടെയാണ്. ഇവിടെ ഒരു ക്ലോക്കും ഒരു എഴുത്തും കാണാം. 1945 ഓഗസ്റ്റ് 6 8:15 പുലർച്ചെ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്തായിരുന്നു ആ ദുരന്തം. ഇതാണ് ആ ദുരന്തത്തിൻ്റെ ബാക്കി പത്രം. അന്നത്തെ ഫോട്ടോ എടുത്തതും എല്ലാമായുള്ള ഒരു ചിത്ര സംയോജനമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ശരിക്കും മനസ്സിനെ ഉലട്ടുന്ന, അല്ലെങ്കിൽ അവിടേക്ക് കയറി ചെന്നാൽ നമുക്ക് ശരിക്കും മനസ്സ് ദുഃഖിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് അന്നത്തെ ദിവസം ആറ്റം ബോംബ് ആ നഗരത്തിൽ പതിച്ചതിൻ്റെ ഒരു രൂപരേഖയാണ്. ഇതായി ആറ്റം ബോംബ് അങ്ങനെ വീഴുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ആ നഗരത്തിൽ തൊട്ടില്ല. അതിന് മുന്നേ അത് പൊട്ടിത്തെറിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും, ചെറിയ കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം നിഷ്പക്ഷം ഇല്ലാതാക്കുകയായിരുന്നു. ഈ നഗരത്തിൽ വന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് കാണുന്ന ഒരു സ്ഥലം ഹിരോഷിമയായിരിക്കാം. കാരണം ഏതൊരു ആളും ചരിത്രം പഠിക്കുമ്പോൾ ജപ്പാൻ എന്ന് പറഞ്ഞാൽ ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീണ സ്ഥലം എന്നായിരിക്കാം ആദ്യം മനസ്സിലേക്ക് വരിക. ഹിരോഷിമ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം 1589 പണി തീർത്തതാണ് ഒരു സിറ്റി. അത് 1945 ഓഗസ്റ്റ് 6 ഈ ആറ്റം ബോംബ് വരുന്നതും പതിക്കുന്നതും എല്ലാം. പിന്നീട് ഈ ആറ്റം ബോംബ് വീണതിന് ശേഷം ജപ്പാന് ശരിക്കും ഒരു കൈത്താങ്ങായതും വളരെ രസകരമായൊരു കാര്യം അത് അമേരിക്ക തന്നെയാണ്. അമേരിക്ക തന്നെയാണ് ഇവിടെ ആറ്റം ബോംബ് വീഴ്ത്തിയതും. പിന്നീട് ഇവരുടെ ഒരു ഡെവലപ്മെൻറ്റിനും എല്ലാ സഹായത്തിനും അമേരിക്ക തന്നെയാണ് വന്നത്. ശരിക്കും ജപ്പാനെ ആ ആറ്റം ബോംബ് വീഴുന്നതിന് മുന്നേ ഉള്ള ജപ്പാനും ആറ്റം ബോംബ് വീണതിന് ശേഷമുള്ള ജപ്പാനുമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ആറ്റം ബോംബ് അതായത് 1945 മുന്നേ ഉള്ള ജപ്പാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഏത് രാജ്യത്തെയും അല്ലെങ്കിൽ ഏത് രാജ്യവും പോയി ശക്തിയോടുകൂടി കീഴടക്കാം, അവിടെ നമുക്ക് ആധിപത്യം പുലർത്താം എന്ന് വിചാരിച്ചിരിക്കുന്ന ജപ്പാനാണെങ്കിൽ 1945 ശേഷം അമേരിക്കയുടെ ഒരു വരവോടുകൂടി ശരിക്കും ടെക്നോളജിക്കലായിട്ട് എങ്ങനെ നമുക്ക് മുന്നേറാം, നമുക്ക് യുദ്ധമില്ലാതെ എങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഒരു മാതൃകയാകാം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയായിരുന്നു ജപ്പാൻ. ഇതെല്ലാം അന്ന് ആറ്റം ബോംബിൽ നിന്നും തകർന്നു പോയ പല ബാക്കി പത്രങ്ങളുമാണ് ഇവിടെ ഈ മ്യൂസിയത്തിൽ എടുത്തു വച്ചിരിക്കുന്നത്. അന്ന് ആറ്റം ബോംബ് വീണ ആ ദിവസം എന്ന് പറയുന്നത് സാധാരണ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ഓഫീസ് എല്ലാം നടക്കുന്ന ദിവസം
സാധാരണ ഒരു ജീവിതം നടക്കുന്ന ഒരു ദിവസമാണ് പെട്ടെന്ന് ഇങ്ങനൊരു ദുരന്തം ഓർക്കാപ്പുറത്ത് അവർക്ക് വന്നത്. ഗർഭിണിയായിരിക്കുന്നവരും പിഞ്ചു കുഞ്ഞുങ്ങളും വയോധികരും എല്ലാവരും നിഷ്പക്ഷം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുകയായിരുന്നു. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ശരിക്കും നമുക്കതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവും. ഈ ആറ്റം ബോംബ് വീണതിന് ശേഷം പിന്നീട് അവിടെ ഒരു മഴ പെയ്യുന്നു. അതായിരുന്നു വീണ്ടും ഇവർക്ക് ഉണ്ടായൊരു ദുരന്തം. ആ മഴ വന്നതോടുകൂടി എന്തു പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും മറ്റുമെല്ലാം ആ മഴയിൽ അങ്ങോട്ട് ഇല്ലാതെയായി. കാരണം ഈ ഒരു ആറ്റം ബോംബിൻ്റെ പ്രതിനിധത്തിൻ്റെ ഭാഗമായിട്ട് വന്നൊരു മഴയും കൂടിയായിരുന്നു. ആ മഴയിൽ ഉള്ള ചെടികളും വൃക്ഷങ്ങളും എല്ലാം തകർന്നു പോവുകയായിരുന്നു. നമ്മളവിടെ ചെന്ന് ഇവിടുത്തെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. അത്രയ്ക്കും ഒരു ദുരന്തപൂർവമായൊരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഇവിടെ ഷോക്കേസിൽ ഇങ്ങനെ ഒരു രൂപം കാണാം. കയ്യറ്റ ഒരു ആർമി ഓഫീസറിനെ പോലെ രൂപം. ഇന്നിപ്പോൾ ഈ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞാൽ പീസ് മെമ്മോറിയൽ പാർക്ക് എന്നാണ് ഇപ്പോൾ അവർ വിളിക്കുന്നത്. സമാധാനത്തിൻ്റെ ഒരു മെമ്മോറിയൽ പാർക്ക്. ഈ ജപ്പാനിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കാണാവുന്ന ഏക മെമ്മോറിയൽ പാർക്ക്, അതായത് ഈ ഒരു ആറ്റം ബോംബ് വീണതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഹിരോഷിമയിൽ മാത്രമേ ഉള്ളൂ. ഓപ്പൺഹൈമർ എന്നുള്ള പടം പലരും കണ്ടിട്ടുണ്ടാകാം. അതിൻ്റെ ശരിക്കും ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഓപ്പൺഹൈമറിൽ എങ്ങനെ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നു, എങ്ങനെ ജപ്പാനിൽ കൊണ്ടുപോയി പതിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അതിന് ശേഷം അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ എല്ലാ നാശനഷ്ടങ്ങളും എല്ലാം ആണ് ഇപ്പോൾ ഇവിടെ മ്യൂസിയമായി ഇവർ വെച്ചിരിക്കുന്നത്. കുട്ടികൾ ഉണ്ടാക്കിയിരുന്ന ചെറിയ ചെറിയ വസ്തുക്കളും മറ്റും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇന്നും അവിടെ ഇതിൻ്റെ പല പ്രത്യാഘാതവും ഉണ്ടാകുന്നു എന്നും പറയുന്നുണ്ട്. ഇത് അന്ന് മരിച്ച ആൾക്കാരുടെ തലയോട്ടിയും മറ്റുമാണ് കുന്നുകൂടി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ അടുത്ത് പലരും വന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദുഃഖകരമായ കാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഒരു കോറിഡോറാണ്. ഇതിലൂടെ എങ്ങനെ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് നടക്കാം. ഇതൊരു വലിയ ബൃഹത്തരമായൊരു മ്യൂസിയമായിട്ടാണ് ഇവരിവിടെ വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളും മുതിർന്നവരും ആർക്കും ഇവിടെ വന്ന് കണ്ടാൽ കണ്ണ് നനയാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത്രയും ദുഃഖകരമായൊരു കാഴ്ചയാണ്. ഞങ്ങൾ ആ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലൊരു ഗാർഡൻ ഏരിയയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത്, ഒരു മൈതാനത്തിലേക്ക്. അവിടെ ഒരു കെടാത്തി കത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതൊരു വാർ മെമ്മോറിയൽ, ഒരു പീസ് മെമ്മോറിയൽ എന്ന രീതിയിൽ അവർ വെച്ചിരിക്കുന്നതാണ്. 1964 മുതൽ അതിങ്ങനെ കെടാവിളക്കായി അവിടെ ഇങ്ങനെ കിടക്കുന്നു. വീണ്ടും നടന്ന് ഞങ്ങളിവിടെ എത്തുമ്പോൾ ഇവിടെ ഇടതുവശത്തായിട്ട് ഒരു രൂപം കാണാം. ഈ ഒരു രൂപം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ, അതായത് സദാക്കോ സസാക്കി എന്ന് പറഞ്ഞൊരു ചെറിയൊരു കുട്ടിയുടെ, ലുക്കീമിയ പിടിച്ച് മരിച്ച കുട്ടിയുടെ ഒരു പ്രതിഭയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ നേരെ കാണുന്ന ബിൽഡിങ്ങാണ്, അതിൻ്റെ മുകളിലാണ് ആറ്റം ബോംബ് വന്ന് പതിച്ചത്. ഇന്നും ആ ബിൽഡിങ് ഒരു സ്മാരകമായിട്ട് അവിടെ നിൽക്കുന്നു. എന്തുകൊണ്ടും ആ ബിൽഡിംഗ് അങ്ങനെ തകർന്നു പോയില്ല. അതിൻ്റെ അടുത്തു കൂടെ പലരും ബോട്ടിലൊക്കെ യാത്ര, ഇന്നിപ്പം അതെല്ലാം സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമായി മാറിയിരിക്കുന്നു.
ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വന്ന് ആറ്റം ബോംബ് പതിക്കുന്നതും അത് നേരെ പൊട്ടിത്തെറിക്കുന്നതുമായിട്ടാണ് പിന്നീട് അവിടെ സംഭവിച്ചത്. ആ ബിൽഡിങ്ങിന് മറ്റൊരു പേരും കൂടിയുണ്ട്. ആറ്റോമിക് ബോംബ് ഡോം എന്നാണ് അതിനെ അവിടെ വിളിക്കുന്ന മറ്റൊരു പേര്. ഇതേപോലെ പല സ്മാരകങ്ങളും മറ്റുമാണ് മരിച്ചവർക്കൊക്കെ വേണ്ടിയുള്ള. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളെല്ലാം പകർത്തിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി യാത്രയായി. ഇനി ഞങ്ങൾ പോകുന്നത് ഉച്ചഭക്ഷണത്തിലേക്കാണ്. ലഞ്ച് കഴിക്കാനാണ് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച്. ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്ന ബുഫയാണ്. യഥേഷ്ടം എടുത്ത് കഴിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു ഐലൻഡിലേക്കാണ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ യുനെസ്കോ പ്രൊട്ടക്റ്റഡ് ആയുള്ളൊരു ഐലൻഡിലേക്ക്. അവിടെ ഒരു ക്ഷേത്രമാണുള്ളത്. മ്യാജിമ ഐലൻഡ് എന്നാണ് ആ ഐലൻഡിൻ്റെ പേര്. ഞാനിങ്ങനെ ഈ യാത്ര നടക്കുമ്പോഴും ഇന്നത്തെ ഒരു ജനതയ്ക്ക് ഇത് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ബോംബ് വീണ് അങ്ങനെ തരിശമായി പോയ ഒരു രാജ്യം പിന്നീട് വീണ്ടും അതിനേക്കാൾ മനോഹരമായി അവർ പടർത്തുയർത്തിയെങ്കിൽ ശരിക്കും അതിന് പിന്നിൽ ഈ ജപ്പാൻകാരുടെ എത്രയോ അധ്വാനം അതിന് പിന്നിൽ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് എത്തിയിരിക്കുന്നത് ഷിപ്പ് യാർഡിൻ്റെ അവിടേക്കാണ്. ഇവിടെ നിന്നും ഞങ്ങൾ ചെറിയൊരു ബോട്ടിൽ നേരെ ഐലൻഡിലേക്ക്, നേരത്തെ ഞാൻ പറഞ്ഞ മിയാജിമ ഐലൻഡിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഒരു ക്ഷേത്രമുണ്ട്. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ക്ഷേത്രമാണ്. ഇറ്റ്സു കുഷിമ എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. ഇറ്റ്സു കുഷിമ. ഇതെല്ലാം പറയണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇവിടെ പല മത്സ്യബന്ധനത്തിൻ്റെ ഇതും കാണാം. ഒരു മത്സ്യബന്ധനത്തിൻ്റെ സ്ഥലം കൂടിയാണ് ഈ ജപ്പാൻ എന്ന് പറയുന്നത്. ഈ ഒരു ഐലൻഡിൻ്റെ ഈ ഒരു സ്ഥലങ്ങളെല്ലാം. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി യാത്ര തുടർന്നു. ഞങ്ങൾ അക്കരെ എത്തി. അവിടുന്ന് ഞങ്ങളുടെ കൂടെയുള്ള സംഘവും ഞങ്ങളുടെ ടൂർ ഗൈഡും എല്ലാവരും ഒരുമിച്ച് താഴേക്ക് ഇറങ്ങുന്നു. ചെറിയൊരു ഫെറി ഷിപ്പ് എന്ന് പറയാവുന്ന ബോട്ടാണ്. ഇവിടുന്ന് ഇനി ഒരു ദീർഘമായ നടത്തമാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. എത്തുമ്പോൾ വീണ്ടും കാണുന്ന കാഴ്ചകൾ, കുറേ ടൂർ ഏജൻസീസിൻ്റെ ആൾക്കാർ വന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് വീണ്ടും ഈ ഒരു ഐലൻഡിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഉള്ളിൽ എത്തുമ്പോൾ ചെറിയ കിയോസ്കുകളും മറ്റും എല്ലാം കാണാം. ലഘുഭക്ഷണങ്ങളെല്ലാം കിട്ടുന്ന. നമ്മൾ ഇന്നലെ കണ്ട പോലത്തെ മാൻ ഇവിടെയുണ്ട്. പക്ഷേ ഇന്നലെ കണ്ടതുപോലെ അത്ര ഫ്രണ്ട്ലി അല്ല ഇവിടെയുള്ള മാനുകൾ. ചെന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള മാനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടൂർ ഗൈഡ് പറഞ്ഞു, നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ഫ്രണ്ട്ലി രീതിയിലായിരിക്കില്ല അവരുടെ ഒരു വരവ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വളരെ ഭദ്രമായിട്ട് തന്നെ കയ്യിൽ വെക്കണം. ജപ്പാനിലുള്ള വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അവിടെ നമ്മളൊരു സാധനം എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോയാൽ ഒരു മനുഷ്യനും അവിടെ നിന്ന് കട്ടുകൊണ്ട് പോവില്ല. അത് എത്ര കാലം കഴിഞ്ഞാലും അവിടെ തന്നെ ഉണ്ടാവും. അത്രയും വിശ്വസ്തമായി നമുക്ക് നടക്കാവുന്ന ഒരു സ്ഥലമാണ് ജപ്പാൻ. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണി കഴിച്ച ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. എല്ലാ ഏരിയയും വളരെ വൃത്തിയായി ഭംഗിയായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഈ നേരെ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ക്ഷേത്രം, ഇറ്റ്സുകുഷിമ ക്ഷേത്രം.
ജപ്പാനിൽ ഇത്രയും ടെക്നോളജിയും മറ്റുമെല്ലാം വളർന്നിട്ടുണ്ടെങ്കിലും ആൾക്കാർ ഇന്നും അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പോകുന്നവരും ഉണ്ട്. അതായത് കൈനോട്ടം അല്ലെങ്കിൽ ഭാഗ്യപരീക്ഷണം എന്ന രീതിയിൽ ലോട്ടറി എടുക്കുക, അങ്ങനെയെല്ലാം ആ രീതിയിൽ പോകുന്ന ആൾക്കാരും ഉണ്ട്. ജനങ്ങളുടെ വലിയൊരു പ്രവാഹം തന്നെയാണ് പല സ്ഥലത്തും കാണുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തി. നമുക്കങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല, അതൊരു കടലിൻ്റെ നടുവിലായിട്ടാണുള്ളത്. ദൂരെ നിന്ന് കണ്ടു, ഞാൻ വീഡിയോ എല്ലാം എടുത്തു. വീണ്ടും തിരിച്ച് വന്ന വഴി കൂടെ തന്നെ ഞാൻ പോവുകയായി. എൻ്റെ മുന്നിൽ പോകുന്നവരെല്ലാം എൻ്റെ കൂടെ വന്ന ആൾക്കാർ തന്നെയാണ്, സഹയാത്രികളാണ്. കുട്ടികളൊക്കെ ആയിട്ട് പലരും ഇവിടെ വന്നിരിക്കുന്നു ക്ഷേത്രം കാണാൻ. ഇപ്പോൾ ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ജപ്പാനിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് ഇൻകം ജപ്പാൻ്റെ ഒരു ഏറ്റവും വലിയൊരു സ്രോതസ്സായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ഒരു ബോട്ടിലേക്ക് പോവുകയാണ്, തിരിച്ചു പോകാനുള്ള. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ചെറിയൊരു സംഭവം ഉണ്ടായി. അതായത് ഞങ്ങളുടെ കൂടെയുള്ളൊരു സഹയാത്രികൻ്റെ ഫോണ് വാഷ്റൂമിൽ വെച്ച് മറന്നുപോയി. അത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഞങ്ങളുടെ യാത്രയാണെങ്കിൽ കുറച്ച് മുന്നോട്ടേക്ക് എത്തുകയും ചെയ്തു. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ടൂർ ഗൈഡ് ഇവരുടെ അതേ ഗ്രൂപ്പിൽ തന്നെയുള്ള വേറെ ആളുകളും കൂടി ഇവിടെ വരുന്നുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെക്കണം, കാരണം ജപ്പാനിൽ വരുന്ന ബാക്കി ടൂറിസ്റ്റുകളും ഉണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ മോഷണം പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവർ വന്ന് നോക്കിയപ്പോൾ ആ ഫോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ആ ഫോൺ അവിടെയും പോയിരുന്നില്ല. ശരിക്കും അത് തന്നെയാണ് ഈ ജപ്പാനിലെ ആൾക്കാർക്ക് ഏറ്റവും വലിയ വിശ്വാസമുള്ളത്. ഒരു സാധനം നമ്മൾ എവിടെയെങ്കിലും കളഞ്ഞു പോവുകയോ വെച്ച് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. അവരാരും അതും എടുത്തുകൊണ്ട് പോവുകയോ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഇനി പോകുന്നത് ഫുക്കുക്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഹിറോഷിമയിൽ നിന്നും ഞങ്ങൾ മടങ്ങി നേരെ ഫുക്കുക്കയിലാണ് ഇന്ന് രാത്രി നിൽക്കുന്നത്. ഏകദേശം സന്ധ്യയാവാനായി ഞങ്ങളുടെ ഈ യാത്ര കഴിഞ്ഞപ്പോഴത്തേക്കും. ഇനി നേരെ പോകുന്നത് ഞങ്ങൾ ഡിന്നറിലേക്കാണ്. ഞങ്ങൾ ബസ്സിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. വളരെ മനോഹരമായ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ്, കൂടെ ചെറി ബ്ലോസത്തിൻ്റെ കാഴ്ചകളും. ജപ്പാൻ എന്ന് പറയുന്ന ഈ നഗരം, അല്ലെങ്കിൽ ജപ്പാൻ എന്ന് പറയുന്ന ഈ രാജ്യം എത്ര ഇനിയും മുന്നോട്ടേക്ക് എങ്ങനെ വികസിക്കാം എന്നുള്ള ആലോചിക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് ഈ ദുരന്തങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ എന്നൊരു ആലോചന വെച്ച് ഒരു നെഗറ്റീവായി ഇരിക്കുക ഒരു ആൾക്കാരേ അല്ല. ഇനിയും മുന്നോട്ടേക്ക് എന്തൊക്കെ രാജ്യത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. ഇവിടെ പല ചെറിയ യാട്ടുകളും മറ്റും കാണാം, ചെറിയ ബോട്ടുകളൊക്കെ ഉല്ലാസ നൗകയുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ചിലർ ഫിഷിങ്ങിനും മറ്റേനൊക്കെ പോകുന്നതുമുണ്ട്. അങ്ങനെ ഞങ്ങൾ രാത്രി ഭക്ഷണത്തിനായി ഡിന്നർ കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുകയാണ്. എല്ലാ സ്ഥലവും വളരെ ഭംഗിയായി തന്നെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നു. പലരും എൻ്റെ ക്യാമറ കണ്ട് പല കോഷ്ടികളും കാണിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ജപ്പാനുള്ള മറ്റൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഗൈഡ് ഒഴികെ ബാക്കി ആർക്കും അങ്ങനെ ഇംഗ്ലീഷ് അറിയില്ല എന്നൊരു പ്രശ്നം ഇവിടെയുണ്ട്. ഇവിടെ മറൈൻ ലൈനർ എന്ന് പറഞ്ഞൊരു ബോട്ട്
അവിടെ പോകാൻ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറി. ജപ്പാനീസ് തനത് ഭക്ഷണമാണ്, ബുഫെയാണ്, വേണ്ടത് എടുത്ത് തന്നെ കഴിക്കാം. എല്ലാവരും ഭക്ഷണത്തിൻ്റെ ഒരു തിരക്കിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഫുക്കൂക്കയിലെ ഹോട്ടലായ നിക്കോ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നത്. അവിടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എല്ലാവരും ലഗേജൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് നടക്കുന്നു. ഇതാണ് ഹോട്ടലിൻ്റെ ഉൾഭാഗം. 4 സ്റ്റാർ ഹോട്ടലാണ്. ഇതാണ് എൻ്റെ മുറി. ചെറിയൊരു മുറിയാണ്, എങ്കിലും അത്യാവശ്യം ഇന്ന് രാത്രിക്ക് കിടക്കാൻ പാകത്തിനുള്ളൊരു മുറി. അങ്ങനെ ഇന്ന് രാത്രിയിലെ ഉറക്കം ഞാൻ ആ കിടക്കയിലേക്ക് മറിച്ചിട്ടു.